ഷിത, നമ്മൾ ഈ കെ കൃഷ്ണന്റെയും ജ്യോതി ബാബുവിന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ വിചാരണ കോടതിയിൽ നിന്ന് വലിയ ആശ്വാസം ലഭിച്ച ആളുകളായിരുന്നു രണ്ടുപേരും. പക്ഷേ ഹൈക്കോടതി അവരെ വീണ്ടും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപട്ടികയിലേക്ക് ചേർക്കുന്നു എന്ന് മാത്രമല്ല, ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടുപേരും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ്, കുടുംബ വിഷയങ്ങൾ ഉണ്ട് എന്നൊക്കെ ഹൈക്കോടതി ഇന്ന് ധരിപ്പിച്ചിരുന്നു. പക്ഷേ അതൊന്നും കോടതി മുഖവിലക്കെടുക്കുന്നില്ല. ഈ രണ്ടുപേരുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെ വേറിട്ട് കാണണം? സൈഫുദ്ദീൻ, ഇതിൽ വിചാരണ കോടതി ആദ്യം പറഞ്ഞിരുന്നത് കെ കൃഷ്ണനെതിരെയും ഒപ്പം തന്നെ ജ്യോതി ബാബുവിനെതിരെയും ഗൂഢാലോചന കുറ്റം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതായിരുന്നു. ആ കുറ്റമാണ് ഇരുവർക്കെതിരെയും ചുമത്തിയിരുന്നത്. അത് കണ്ടെത്താൻ അവർ അത് ചെയ്തു എന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് കണ്ടുകൊണ്ടാണ് വിചാരണ കോടതി ഇരുവരെയും വെറുതെ വിടുന്നത്. ഇവർക്കെതിരെയുള്ള പ്രധാനമായുള്ള ആരോപണം എന്ന് പറയുന്നത് കെ കൃഷ്ണൻ RMP നേതാവായിരുന്ന TP ചന്ദ്രശേഖരന്റെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറിക്കുമെന്ന് പ്രസംഗിച്ചു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതിനനുസരിച്ചുള്ള അതിന്റെ റെക്കോർഡുകൾ, വീഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ അവർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ജ്യോതി ബാബുവിനെതിരെയുള്ള കേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാൾക്കെതിരെ എടുത്തിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്, ഈ കൊലയാളി സംഘത്തെ ഈ CPM നേതാക്കളുമായി കണക്ട് ചെയ്ത് അവരുമായി ബന്ധപ്പെടുത്തിയത് ജ്യോതി ബാബു ആണെന്നുള്ളതായിരുന്നു. ചൊക്ലിയിലെ സമീറ ലോഡ്ജിലെത്തി കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പണം നൽകിയത്, കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും പണം നൽകുകയും ചെയ്തത് ജ്യോതി ബാബു ആണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ അന്ന് ആ സമയത്ത് ഇതൊന്നും തന്നെ കോടതി അംഗീകരിച്ചിരുന്നില്ല, വിചാരണ കോടതി അംഗീകരിച്ചിരുന്നില്ല. ഇതിന് തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത്തരത്തിൽ ഇവർ ഗൂഢാലോചന നടത്തിയെന്നതിന് തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിചാരണ കോടതി രണ്ടുപേരെയും, കെ കൃഷ്ണനെയും, 10ാം പ്രതിയാണ് കെ കൃഷ്ണൻ, 12ാം പ്രതിയാണ് ജ്യോതി ബാബു, ഈ രണ്ടുപേരെയും വെറുതെ വിടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ കേസെടുത്തപ്പോൾ തന്നെ ഇവർ കുറ്റക്കാരാണെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരോടും കീഴടങ്ങാനും ഹൈക്കോടതിയിൽ 26-ന് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടത്. തുടർന്ന് രണ്ടുപേരും വിചാരണ കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹാജരായി കോടതിയിൽ കീഴടങ്ങി. കോടതിയിൽ അവർ ഉന്നയിച്ചിരുന്ന പ്രധാനമായ വാദം എന്ന് പറയുന്നത്, കെ കൃഷ്ണൻ ഹൃദ്രോഗിയാണ്, ബൈപ്പാസ് സർജറി കഴിഞ്ഞിരിക്കുന്ന ആളാണ്, എപ്പോഴും ചികിത്സ വേണം, ആശുപത്രിയിൽ കാണിക്കേണ്ടതുണ്ട്, അതിനാൽ തന്നെ ശിക്ഷയിൽ ഇളവ് നൽകണം, കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ജ്യോതി ബാബു ആകട്ടെ കോടതിയിൽ എത്തിയത് തന്നെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലെ ആംബുലൻസിലാണ്. ആംബുലൻസിൽ കിടന്നുകൊണ്ട് സ്ട്രെച്ചറിലാണ് കോടതി മുറിയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിചാരണ കോടതിയെ അറിയിച്ചിരുന്നു.